വർഷം 15 കഴിഞ്ഞിട്ടും പണി തീരാതെ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം പ്രേതാലയം പോലെ കിടക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാക്കാൻ ധാരാളം ഫണ്ട് അനുവദിച്ചിട്ടും ഭരണതർക്കത്തിൽ നിർമ്മാണം വൈകുകയാണ്. ഫണ്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജില്ലയിലെ കായിക പ്രേമികളും താരങ്ങളും. പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് പറയുന്നു, കളത്തിനു പുറത്തെ കള്ളക്കളികൾ. പണിതിട്ടും പണിതീരാത്ത വീട് എന്ന് നാം ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ 15 വർഷം കഴിഞ്ഞിട്ടും ഒരു സർക്കാർ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് സമീപം സർക്കാർ നൽകിയ 2.44 ഏക്കർ ഭൂമിയിൽ 13.25 കോടി രൂപ ചെലവിൽ 2010 മെയ് 3-നാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതിയുടെ 60% പൂർത്തിയായെങ്കിലും ഫണ്ട് തികയാത്തതിനാൽ നിർമ്മാണം മുടങ്ങി. ജില്ലയിലെ കായിക താരങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ നടപടി. കാരണം ജില്ലയിൽ നിന്ന് നിരവധി കായിക താരങ്ങൾ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടും അവർക്ക് യാതൊരു ഉപയോഗവും ഈ സ്റ്റേഡിയം കൊണ്ട്, ഇൻഡോർ സ്റ്റേഡിയം കൊണ്ട് ഇല്ല. മാത്രമല്ല, സ്വാഭാവികമായും ഇത് സ്വകാര്യ സ്റ്റേഡിയങ്ങളെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും സഹായിക്കാൻ വേണ്ടിയാണോ സർക്കാർ ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പദ്ധതിക്ക് അന്നത്തെ എം പി രാജേഷ് 50 ലക്ഷവും രാജ്യസഭാ അംഗം കെ ഇ ഇസ്മായിൽ 25 ലക്ഷവും ജില്ലയിലെ MLA-മാർ ചേർന്ന് 65 ലക്ഷം രൂപയും നൽകിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപയും അനുവദിച്ചു. എന്നാലും പല കാരണങ്ങളാൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നിർമ്മാണം വർഷങ്ങളോളം നിലച്ചതോടെ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറി. ഇത് ഇങ്ങനെ സ്കെൽട്ടനായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. 15 വർഷം കഴിഞ്ഞ് ഇനിയുള്ള അടുത്ത സ്റ്റേജ് ഇത് താഴേക്ക് വീഴുന്നൊരവസ്ഥ. പക്ഷെ നാളിതുവരെയായി ബാഡ്മിൻ്റനോ അല്ലെങ്കിൽ ഏത് കായിക താരങ്ങൾക്കും ഒരു ഗുണവുമില്ലാത്തൊരു സ്ഥാപനമാണ്. കൂടാതെ ഇതിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അസോസിയേഷനുകളുടെ ഓഫീസുകൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡോർമെട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. ധാരാളം സാമ്പത്തികമായി പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന കായിക താരങ്ങൾക്കെല്ലാം യൂസ് ആവേണ്ട ഈ ഒരു സ്ഥാപനം ഇപ്പോൾ പ്രവൃത്തികളെല്ലാം നിലച്ചൊരവസ്ഥയാണ്. 2021-ൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തുടർ നിർമ്മാണം തീരുമാനിച്ചു. ബാക്കിയുള്ള പ്രവൃത്തികൾക്ക് കിഫ്ബി ഫണ്ടിൽ നിന്ന് 14.5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. സ്റ്റേഡിയം സൊസൈറ്റിയുടെ കീഴിലായതിനാൽ കിഫ്ബി ഫണ്ട് ഏറ്റെടുക്കാനാവില്ല. കിഫ്ബി ഫണ്ട് സൊസൈറ്റികൾക്ക് ഉപയോഗിക്കാനാവില്ല എന്നതാണ് വ്യവസ്ഥയെന്നും ഇത് മാറ്റാൻ കഴിയില്ലെന്നുമാണ് നിലവിലെ പ്രശ്നം. സിവിൽ ജോലികൾ, ശുചിമുറിയുടെയും മറ്റും സാനിറ്ററി പ്രവൃത്തികൾ, പൂർണ്ണമായ വൈദ്യുതീകരണം, തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കൽ, പെയിന്റിംഗ് തുടങ്ങിയവയാണ് ഇനി ബാക്കിയുള്ളത്. കായിക വകുപ്പിന് കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. 2024 ഓഗസ്റ്റ് 8-ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ തുടർ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഭാവി തലമുറയിലെ കായിക താരങ്ങൾക്കെങ്കിലും ഈ കെട്ടിടം ഉപകാരപ്രദമായി മാറുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം. ക്യാമറാമാൻ രാഹുൽ സുദേവിനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.